ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. അറക്കി വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg അടുത്തുള്ള ഒരു അറക്കിയാണ്. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് കറി മസാലപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണ് വിനീഗർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇതിൽ സാൾട്ട് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് 1 മണിക്കൂറോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറോ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഈ മീൻ ഇനി നന്നായിട്ട് ഫ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഭാഗം മീനിൻ്റെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഫിഷെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ഫിഷും കൂടി ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനും ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് കോരിയെടുക്കാം. മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 വലിയ സവാളയാണ്. അപ്പം ഞാനിവിടെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലാണ്. സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി വരാനായിട്ട് ഞാനിതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നന്നായിട്ട് സവാള വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തക്കാളി സ്മാഷ് ചെയ്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ തക്കാളി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1.5 ടീസ്പൂണ് അല്ലെങ്കിൽ 2 ടീസ്പൂണ് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ചിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ എരിക്കുത്തൊക്കെ പോണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫിഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേനും ഫിഷൊക്കെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതിന് മുന്നായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫിഷൊന്നും ഉടഞ്ഞു പോകാതെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറി മസാലപ്പൊടിയാണ്. 1/2 ടീസ്പൂണ് കറി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി അരയ്ക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കണം. റൈസ് റെഡിയാക്കാനുള്ള അരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 3 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എന്ന അനുപാതത്തിലാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അരി നന്നായി കഴുകിയിട്ടതൊന്ന് വാറ്റി വെക്കാം. റൈസ് റെഡിയാക്കാനുള്ള പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇതിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാള ഫ്രൈ ആയതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള കിസ്മിസും പിന്നെ കാഷ്യൂനട്ടും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൈസിലേക്കുള്ളതാണ്. 3 ഗ്രാമ്പു, 3 ഏലക്കായ, പിന്നെ 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, പിന്നെ 5-8 കുരുമുളക്, പിന്നെ തക്കോലം അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ വലിയ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കൊരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിനും ഒരു തരി മുന്തിയ രീതിയിലാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നുണ്ടെങ്കിൽ ചോറ് റെഡിയായി വരുമ്പോഴത്തേനും ചോറിൽ ഉപ്പുണ്ടാവത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് മൂടി വെച്ച് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട്, കുരുല്ലാണ്ട് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ നീര് മാത്രം ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് റൈസ് തമ്മിലൊട്ടാതെ അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് റൈസ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഫ്രൈഡ് ഓനിയന്
കിസ്മിസ്, കാഷ്നട്ട് എന്നിവ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈസും മസാലയും കൂടി ദം ചെയ്തെടുക്കുന്നില്ല. അതല്ല ദം ബിരിയാണി പോലെയാണ് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ മസാലയും ഫിഷ് മസാലയും അതിൻ്റെ മേലെ റൈസും പിന്നെ അതിൻ്റെ മേലെ ഗാർണിഷിനുള്ള ഒനിയനും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് പാത്രം മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ.